ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് വ്ളോഗുമായിട്ടാട്ടോ. അപ്പോൾ എല്ലാവരും ഇന്ന് സൺഡേ ആയിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു ഈവനിങ് വ്ളോഗ് കണ്ടാലോ. അപ്പോൾ എന്തായാലും ഞാൻ കൂടുതലും ഡേ മൈ ലൈഫിൽ എടുക്കണം. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ എൻ്റെ ഫ്യൂച്ചറിൽ ഓരോ വീഡിയോസും വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നമ്മൾ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് നേരെ ടെറസിലോട്ട് പോവുകയാണ്. അപ്പോൾ ഏട്ടനും പൊന്നും ഉണ്ണിച്ചേട്ടനും എല്ലാവരും കൂടെ ടെറസിൻ്റെ മുകളിൽ കുറച്ച് കൃഷിയുണ്ട്, അതും നോക്കണം. അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ നിൽക്കുകയായിരുന്നു കേട്ടോ. അത് കുറേ ദിവസമായി നടാതെ വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ അത് നടാൻ വേണ്ടിയിട്ടോ ഒരു മെയിനായിട്ട് പോയി. അപ്പോൾ താഴെ നിന്ന് മണ്ണ് വെട്ടി മുകളിൽ കൊണ്ടുവന്ന് നമ്മുടെ ഏട്ടൻ ഒരു ടയറിൽ, അതായത് നമ്മുടെ ഈ താമര മോഡൽ ടയറിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെട്ടി ഷേപ്പ് ചെയ്ത് താമര മോഡലിലൊരു ടയറിൻ്റെ ചെടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാവരും കൂടെ മണ്ണിട്ട് നിറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് അതിൽ നട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പം ടെറസിൻ്റെ മുകളിലാണ്. പിന്നെ ഞാനവിടെ ചെന്ന് വായി നോക്കിക്കൊണ്ട് നിന്നു. എനിക്ക് പ്രത്യേകിച്ച് അവിടെ പണിയൊന്നുമില്ല. പിന്നെ ഞങ്ങൾക്ക് ഓരോരോ ഐഡിയാസ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പൈപ്പ് വളച്ച് എന്തെങ്കിലും ഒരു നമ്മുടെ ഫ്രണ്ടിലായിട്ട് പൈപ്പ് വളച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് കൃഷി കാണിച്ചു തരാമേ. ഇത് നമ്മളെ സ്വന്തം വെണ്ട മിറ്റിപ്പോയി കേട്ടോ, ഇല്ലെങ്കിൽ എല്ലാം കൂടെ മറിഞ്ഞ് താഴെ വീഴും. തക്കാളി ചെടിയിൽ തക്കാളി ഒന്ന് കേട്ടോ, തോട്ടം. പിന്നെ ഇതിലൊക്കെ ഇത് വഴുതനങ്ങയാണെന്ന് തോന്നുന്നു. ഇതിലൊക്കെ ഇതൊരു രുചിയായിരുന്നു. പച്ചമുളകുണ്ട്. ഞാൻ ഇത് ഒരുപാട് വീഡിയോസ് കാണിച്ചിട്ടുണ്ട്. ഇത് വേറെ കാര്യം. അങ്ങനെ ഗൈസ്, ടെറസിലുള്ള പണികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ താഴോട്ട് ഇറങ്ങി. ഇനി എനിക്ക് ആയിട്ട് കുറച്ച് പണികളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഏട്ടനും ഉണ്ണിച്ചേട്ടനൊക്കെ കൂടെ പുറത്ത് പോകും കേട്ടോ. അതിൽ ഏട്ടൻ നല്ല മണ്ണുണ്ടായിരുന്നു. മണ്ണ് അവിടെ എല്ലാം വെട്ടിയിട്ടപ്പോൾ കുറേ മണ്ണ് കിടന്നു. അതിനെല്ലാം ഏട്ടൻ തൂത്തങ്ങ് ഒതുക്കിയിട്ടു കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ അവിടെ അങ്ങ് കിടക്കും. പിന്നെ ഞാൻ തൂക്കും. എന്നാലും ഏട്ടനൊന്ന് തൂത്തൊതുക്കി ഇട്ടു. അപ്പോൾ അതിൻ്റെ ഇടയിൽ പൊന്നും പിന്നെ കളി ചിരിയായി. ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹോം ടൂർ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടാട്ടോ. എന്തായാലും ഇതിൻ്റെ ഒരു ഹോം ടൂർ ഇടും. ഇതിൻ്റെ ഹോം ടൂർ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടാട്ടോ. പിന്നെ ഇതാ ഏട്ടനും പൊന്നും കൂടെ നേരെ ഫ്രണ്ടിൽ സിറ്റൗട്ടിൽ വന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഏട്ടനും ഉണ്ണിച്ചേട്ടനും കൂടെ ഒരുങ്ങി നേരെ കടയിലോട്ട് പോവാണ്. ഇനി അവർ രാത്രിയൊക്കെ വരും കേട്ടോ. അപ്പോഴേക്കും ഞാൻ നേരെ അവിടെ മുറ്റമൊക്കെ ഒന്ന് തൂത്ത് അടിച്ചു വാരി അങ്ങ് ഇട്ടു. കുറച്ച് പണിയുണ്ടായിരുന്നു. പിന്നെ കാലും കൈ മുഖമൊക്കെ കഴുകിയിട്ട് നേരെ വീടിനകത്തേക്ക് കയറി കേട്ടോ. അതിൻ്റെ ഇടയിൽ പൊന്നു ഇതാ നല്ല ഓട്ടം കേട്ടോ. ഇപ്പം ഇതാ റോഡിലോട്ടാണ് ഓട്ടം കൂടുതൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു മഹൻ വഴക്ക് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ കയറി അങ്ങ് നിൽക്കണത്. കണ്ണ് തെറ്റിയാൽ പിന്നെ അവൾ റോഡിലോട്ട് ഓടിയിരിക്കും. അപ്പോൾ അത് കുറച്ച് നേരം അപ്പോൾ വെളിയിലോട്ടൊന്നും നിർത്താൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഫ്രണ്ടിലത്തെ ലൈറ്റൊക്കെ ഇട്ടു. ഇപ്പോൾ സന്ധ്യയായിട്ട് ഒരു 6:30 ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ ഫുഡ് കഴിക്കും. ഞാനും അമ്മയൊക്കെ നേരത്തെ ഫുഡ് കഴിക്കും. അപ്പോൾ ദോശയും
അവിടെ മാവ് നേരത്തെ ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ദോശയും ചുട്ട്. പിന്നെ ഇവിടെ ഉച്ചത്തേക്ക് ഞാൻ സൺഡേ ആയതുകൊണ്ട് ഉച്ചത്തേക്ക് പോർക്കാട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോർക്കിൻ്റെ കറി ഉണ്ടായിരുന്നു. പിന്നെ അതും ദോശയും കൂടെ അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ അമ്മ ഫോൺ കളിയാണ്. ഇതാട്ടോ പോർക്ക് വരട്ടിയതാണ്. അപ്പോൾ അതും ദോശയും കൂടെയാണ് കഴിക്കുന്നത്. അതിൻ്റെ ഇടയിൽ മേശയെല്ലാം നല്ല പോലെ അലങ്കോലമായിട്ടിട്ടുണ്ടായിരുന്നു. പൊന്നു കണ്ടു ഐഫോണും വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല അലങ്കോലമായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഞങ്ങളെല്ലാം ഫുഡ് കഴിച്ചിട്ട് ഒരു 7-8 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ മുട്ടക്കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി ഞാൻ അരിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അത് അമ്മ വയ്ക്കും. അപ്പോൾ ചപ്പാത്തിയും നേരത്തെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഉള്ളിയും കൊണ്ട് കൊടുത്ത് അതും ഒന്ന് മുട്ടക്കറി വെച്ച് അപ്പോൾ ഇന്നത്തേക്കുള്ളതായി. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ, അതുപോലെ തന്നെ ഉണ്ണിച്ചേട്ടൻ, എല്ലാവരും നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഉണ്ണിച്ചേട്ടനൊക്കെ ഫുഡ് കഴിച്ച് ഒരു 9-9:30 ആയപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ച് പൊന്നു മുന്തിരി കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കിടക്കാറായി. അപ്പം എല്ലാവരും കിടന്ന സമയത്ത് ഞാൻ തുണി മടക്കണം. കുറച്ച് തുണികളുണ്ടായിരുന്നു മടക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൊന്നു ഉറങ്ങിയിട്ടില്ലായിരുന്നു. അങ്ങനെ പൊന്നു എൻ്റെ കൂടെയാണ് കിടക്കുന്നത്. അപ്പോൾ എല്ലാ ഡ്രസ്സൊക്കെ നമ്മളൊന്ന് അടുക്കി വെച്ചതിന് ശേഷം എല്ലാവരും ഉറങ്ങി എന്ന് ഉറപ്പായതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ സ്കിൻ കെയർ നോക്കാറുള്ളൂ. അങ്ങനെ പ്രത്യേകിച്ചൊരു സ്കിൻ കെയർ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ മുടിയൊന്ന് ഒതുക്കി കെട്ടിയങ്ങ് മുകളിൽ വയ്ക്കും. അമ്മ കെട്ടുമ്പോൾ ഒന്ന് മുകളിലേക്ക് ഒന്ന് കെട്ടി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇടുന്നത് ഒരു ലിപ് ബാം ഇടും. അത് നമ്മുടെ ഹിമാലയയുടെ ലിപ് ബാമാണ് കേട്ടോ. അത് ഞാൻ സ്ഥിരം ഇടുന്നതാണ്. അപ്പോൾ അതിടും. അതുപോലെ തന്നെ എനിക്കിപ്പം കുറച്ച് പിമ്പിൾസ് കൂടുതലാട്ടോ മുഖത്ത്. അപ്പോൾ ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലായതുകൊണ്ടായിരിക്കാം നല്ല പിമ്പിൾസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു ആലോവേറ ജെൽ, അത് തീർന്ന കുപ്പിയാണ്, കാലിക്കുപ്പി ഞാൻ അരിച്ചാണ് എടുത്തത്. അപ്പോൾ അതും തേക്കും. പിന്നെ അപ്പോൾ നല്ല ഉറക്കമായി. ഹായ് ഗൈസ്, അപ്പോൾ ഇന്നലെ രാത്രി നല്ല ഉറക്കപ്പിച്ചിലായിരുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, ഇനി കൃങ്ങിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നല്ല തലവേദന ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി. അപ്പോൾ നല്ല ഉറക്കവും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇങ്ങനെ കിറങ്ങിയിരുന്ന് വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കാർക്കും ഒന്നും തോന്നരുത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഒരു ഈവനിങ് വ്ളോഗ്. ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഇന്നലെ 2 ഏട്ടനും മുൻചേട്ടനും ഒക്കെ വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനൊരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് വെച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഇല്ലെങ്കിൽ സൺഡേയ്സ് ഇങ്ങനെയാണ് ചില സമയങ്ങളിൽ ഒഴികെ. അല്ലെങ്കിൽ ഇവർ രാത്രി ഒരു 9 മണിയൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു ഈവനിങ് വ്ളോഗ് എടുത്താൽ പ്രത്യേകിച്ച് എനിക്കായിട്ടൊന്നും ചെയ്യാനില്ല. ഈവനിങ് അങ്ങനെ അത്രയ്ക്ക് കാര്യമായിട്ടുള്ള പണികളൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ലോങ് വീഡിയോ എടുക്കാതെ. പിന്നെ ഇന്നലെ അവർ കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ ലോങ് എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.